മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്ന്. ഡയാന എന്ന പെൺകുട്ടിയുടെ കഥ വായിച്ചത് ഓർക്കുകയാണ്. മധ്യവേനൽ അവധി കഴിഞ്ഞ് കൂട്ടുകാരിയുടെ വീട്ടിൽ ഒക്കെ പോയിട്ട് വരുന്നത് വഴി സമയം ഒത്തിരി വൈകി. ചെറിയ ഇടവഴികളിലൂടെയൊക്കെ അപരിചിതമായ ആ സ്ഥലത്ത് തീരെ വെട്ടവും വെളിച്ചവും പോലും ഇല്ലാതെ സന്ധ്യയോടടുത്താണ് അവൾ യാത്ര ചെയ്തത്. അങ്ങനെ മടങ്ങി വരുന്ന വഴി അവൾ കണ്ടു, അങ്ങ് ദൂരെ അപരിചിതമായ ആ സ്ഥലത്ത് ആ വഴിയിൽ ഒരു നല്ല ഒരു ഗൗരവപ്രവൃത്തക്കാരനായ കരുത്തനായ ഒരാൾ നിൽക്കുന്നത് കണ്ടു. എന്നാൽ അമ്മ പണ്ട് പറഞ്ഞു തന്ന പ്രാർത്ഥനകളൊക്കെ മനസ്സിൽ ചൊല്ലി ഭയവും വിറയലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടം വിട്ടുപോയി. പക്ഷെ തൊട്ടടുത്ത ദിവസം പത്രത്തിൽ വന്ന വാർത്ത ഇതാണ്: ഡയാന എന്ന പെൺകുട്ടി കടന്നുപോയ വഴിയിൽ തലേ ദിവസം അവൾ കണ്ട ആ ഒരു കരുത്തനായ ആൾ നിന്നിരുന്ന ആ സ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടി ദയനീയമായി പീഡിപ്പിച്ച് അവളെ കൊല്ലുകയുണ്ടായി. അപ്പോൾ പോലീസ് ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്തു. ഇതുമായിട്ട് എന്തെങ്കിലും അറിവോ പരിചയമുള്ളവർ പോലീസ് സ്റ്റേഷനിൽ വന്ന് വിവരം കൊടുക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് ഡയാന ആ പോലീസ് സ്റ്റേഷനിൽ വന്നു. അപ്പോൾ പോലീസുകാർ ഇയാളുടെ പടം കാണിച്ചു കൊടുത്തിട്ട് ഇയാളെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ഞാൻ വരുന്ന വഴിയിൽ ഇയാൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഭയവും വിറയലും എല്ലാം തോന്നി, എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നുപോയി എന്ന്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, എന്ത് പ്രാർത്ഥനയാണ് നീ പ്രാർത്ഥിച്ചത്? അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവന്, കർത്താവിൻ്റെ സംരക്ഷണം. അമ്മ കുഞ്ഞുനാളിലെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അപരിചിതമായ സാഹചര്യങ്ങളിലും പ്രയാസവും ഭയമൊക്കെ അനുഭവപ്പെടുമ്പോഴും പ്രത്യേകിച്ച് സന്ധ്യാസമയങ്ങളിലൊക്കെ ഇത് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചിരുന്നു. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കടന്നുപോയത്. അങ്ങനെ ജയിലിൽ കിടന്ന ഈ കുറ്റവാളിയെ നേരിട്ട് ഇവളെ ഒന്നും കൂടെ ഉറപ്പാക്കുന്നതിനെ കാണിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, ഇയാൾ തന്നെയാണോ? അവൾ പറഞ്ഞു, 100% ഇയാൾ തന്നെയാണ്. അപ്പോൾ അയാളോട് ചോദിച്ചു, നീ ഈ പെൺകുട്ടിയെ കണ്ടിരുന്നോ? അയാൾ പറഞ്ഞു, ആ കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക്, പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് മുൻപേ കടന്നുപോയത് ഈ സ്ത്രീയാണ് എന്ന്. എന്നിട്ട് നീ എന്തുകൊണ്ട് ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അവളുടെ അപ്പുറവും ഇപ്പുറവും 2 തടിമാരന്മാരായ പുരുഷന്മാർ, 2 വ്യക്തികൾ കാവലായിട്ട് കടന്നു പോകുമ്പോൾ എനിക്ക് ഇവളെ എങ്ങനെ തൊടുവാനായിട്ട് സാധിക്കും? അവൾ അന്തിച്ചുപോയി. കാരണം അവളുടെ കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്കാണ്. പക്ഷേ ഒരു കാര്യം ബോധ്യം വന്നു, ഇതാ ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയെ നട്ടുച്ചക്ക് വരുന്ന വിനാശത്തെ നീ പേടിക്കേണ്ട. നിൻ്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിൻ്റെ വലതുവശത്ത് 10,000ങ്ങളും. സങ്കീർത്തനം 91 14-15 കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച്. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിരിക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. ആ വരികൾ അവൾക്ക് ഓർമ്മ വന്നു. ഇതാ അയാൾ കണ്ട കാഴ്ച ശരി തന്നെയാണ്. അവളുടെ ഇടതും വലതും ദൈവദൂതന്മാർ കാവൽ നിന്നുകൊണ്ടാണ് ആ ദുഷ്ടനിൽ നിന്ന് ഈ മകളെ സംരക്ഷണം നൽകി കടത്തിവിട്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യരൂപങ്ങളായി ഒന്നും അവിടെ കാണുവാനുണ്ടായിരുന്നില്ല. 2 മാലാഖമാരായിരുന്നു ഇവൾക്ക് ചുറ്റും കാവൽ നിന്ന് ഇവളെ കടത്തിക്കൊണ്ടുപോയതെന്ന് അപ്പോൾ കേട്ടവർക്കൊക്കെ മനസ്സിലായി. ഇതാ ദുഷ്ടൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെയും അവിടുന്ന് സംരക്ഷിക്കും. അപ്പോൾ എന്നെ കേൾക്കുന്ന വ്യക്തികൾ സങ്കീർത്തനം 91 14-15 3 വചനങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. സങ്കീർത്തനം 91 14-15, പിന്നെ സങ്കീർത്തനം 37:5. അവിടെ പറയാം, നിൻ്റെ ജീവിതം കർത്താവിനെ ഭാരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ആര് നോക്കിയാലും നോക്കിയില്ലേലും ആര് നോക്കും? ജീവിതാരംഭം മുതൽ അവസാനം വരെ നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളെ നോക്കിക്കൊള്ളും. 2-ാമത്തെ വചനമാണ് പ്രഭാഷകൻ 2:10. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? ഓർത്തെ, കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? ഇത് മനസ്സിലിരുത്തി ഉറപ്പിച്ച് ഈ 3 വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് ഒരു മാസം ഒന്ന് പ്രാർത്ഥിച്ച്, ഒരു 33 പ്രാവശ്യം വെച്ച് ഒരു മാസം ഒന്ന് പ്രാർത്ഥിച്ച് വലിയ
ആത്മധൈര്യവും ശക്തിയും ദൈവികമായ സംരക്ഷണവും നമുക്ക് ഫീൽ ചെയ്യും. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അപകട നേരത്ത് സംരക്ഷിക്കും. 23-ാം സങ്കീർത്തനത്തിലെ 4-ാമത്തെ വാക്യത്തിൽ ദാവീദ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മളിൽ പലരും പലവിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടല്ലോ എന്നോർത്ത് വിഷമിക്കുമ്പോൾ ഇതാ മരണത്തിൻ്റെ നിഴൽ വീണ അല്ലെങ്കിൽ പ്രതിസന്ധികൾ നിറഞ്ഞ അവസ്ഥകളിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നതെങ്കിലും അവിടുന്ന് നമ്മുടെ കൂടെയുണ്ടെന്നാണ് ദാവീദ് സങ്കീർത്തകനിലൂടെ വചനം പറയുന്നത്. വീണ്ടും സങ്കീർത്തനം 27:3 പറയുന്നുണ്ട്, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയില്ല. ചങ്കത്ത് കൈവച്ച് ഈ വചനം എന്ന് പറഞ്ഞ്, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുക ഇല്ല എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഫാദർ ടോം ഉഴുന്നാൽ യമനിൽ ഭീകരരുടെ വെടിയേറ്റ് കൂടെയുണ്ടായിരുന്നവർ വധിക്കപ്പെട്ടു. പ്രേക്ഷിത വേല ചെയ്ത് യമനിലായിരുന്ന ഫാദർ ടോം ഉഴുന്നാൽ 555 ദിവസം അവിടെ ബന്ദിയായി കഴിയേണ്ടി വന്നെങ്കിലും ഒരു പോറൽ പോലും അദ്ദേഹത്തിന് ഏൽക്കാതെ ആത്മന വിശുദ്ധ കുർബാന ചൊല്ലിയും ജപമാല ചൊല്ലിയും കർത്താവിൻ്റെ അറിയാവുന്ന പ്രാർത്ഥനകളും വചനങ്ങളെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ച ഈ വൈദികൻ ബന്ധനാവസ്ഥയിൽ നിന്ന് മോചനം നേടി തിരിച്ചു വന്ന ചരിത്രം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സംരക്ഷണം നൽകും. സങ്കീർത്തനം 105:15 പറയുന്നുണ്ട്, എൻ്റെ അഭിഷിക്തരെ തൊട്ടു പോകരുത്, എൻ്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവം ചെയ്യരുത് അവിടുന്ന് ആജ്ഞാപിച്ചു. ഈ ടോം ഉഴുന്നാൽ എന്ന് പറഞ്ഞ അച്ഛനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അച്ഛന് എങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത് എന്ന്. അതായത് ഭാവനയിൽ കണ്ട് ബന്ദി അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടി നാട്ടിൽ വന്ന് വീട്ടുകാരെ കൂടെ സ്നേഹിതരെ കൂടെ നാടൻ കോഴിക്കറിയും കൂട്ടി ഭക്ഷണം കഴിക്കുന്നതായിട്ട് ഭാവനയിൽ കണ്ട് ഡ്രീം ചെയ്തിട്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ഇതാ വീട്ടുകാരെ കൂടി മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രപതിനെ കൂടിയും പ്രധാനമന്ത്രിനെ കൂടിയും പ്രശസ്തമായ മുഖ്യമന്ത്രിയെ അടക്കം സകല വേദികളിലും സകല മേഖലയിലും അദ്ദേഹത്തിന് വിരുന്നുകൾ ലഭിച്ചു. ഈ ഉള്ളവനും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഡോൺ ബോസ്കോ കൾച്ചറൽ സെൻറ്റർ വെണ്ണലയിൽ അച്ഛൻ വന്നതാണെന്ന് അറിഞ്ഞു ചെന്നതല്ല. അന്നൊരു ദിവസം ഇടവപ്പള്ളി പോകാൻ വൈകിപ്പോയത് കൊണ്ട് ഡോൺ ബോസ്കോയിൽ ഓടി കുർബാനയ്ക്ക് ചെന്നപ്പോഴാണ് ഒരുപാട് വൈദികരുടെ നേതൃത്വം കൊടുക്കുന്ന കുർബാന, അതിൽ നടുക്ക് നിൽക്കുന്നത് ഫാദർ ടോം ഉഴുന്നാൽ. അങ്ങനെ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ശിഷ്യന്മാർ കാറ്റും കോളും ഉണ്ടായപ്പോൾ ഭയന്ന് വിളിച്ചു, എന്നാൽ അവർ നശിക്കുന്നുവെന്നും പറഞ്ഞാണ് വിളിക്കുന്നത്. മത്തായി 8:25. എന്താ അവിടെ യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശിഷ്യന്മാരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 10-29-30 വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഇവിടെ വെച്ച് തന്നെ ഇത്രയും വലിയ വാഗ്ദാനമാണ് കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നവർക്ക് കർത്താവ് നൽകുന്നത് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ 50-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയായി മാറ്റി. ആര് പറഞ്ഞതാണ്? പൊട്ടക്കിണറ്റിലെ സഹോദരങ്ങളാൽ അറിയപ്പെട്ട ജോസഫിനെ ദൈവം പ്രത്യേക സംരക്ഷണാവസ്ഥയിൽ ഉയർത്തിക്കഴിഞ്ഞപ്പോൾ ആ സഹോദരങ്ങൾ ജോസഫ് പ്രതികാരം ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ആരായാലും പ്രതികാരം ചെയ്യാതിരിക്കത്തില്ല. ജോസഫ് അപ്പം മരിക്കാൻ കാത്തിരിക്കായിരിക്കും എന്ന് വിചാരിച്ചു. എന്നാൽ അവരിങ്ങനെ വിഷമിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ജോസഫ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു. ഉൽപ്പത്തി 50:20. പക്ഷേ ദൈവം അത് നന്മയായി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ
ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റും. ഉൽപ്പത്തി 39:23 കാണുന്നുണ്ട്. അവിടെ എല്ലാം ജോസഫിൻ്റെ മേൽനോട്ടത്തിലാണ് നടന്നത്. ജോസഫിനെ ഭരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗൃഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ. കർത്താവിൻ്റെ ആ ഇടപെടൽ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നുണ്ടോ? അതോ ഇനി എന്തെങ്കിലും മാറ്റാനും തിരുത്താനും ഉണ്ടോ? പ്രഭാഷകൻ 39:27 പറയുന്നുണ്ട്, ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നു. കർത്താവിൻ്റെ ഇടപെടൽ, ജീവിതത്തിലെ സഹനങ്ങൾ ഇതാ നമുക്ക് അനുകൂലമാക്കി തീർക്കുന്ന അവസ്ഥയാണോ? അപ്പോസ്തല പ്രവർത്തനം 16:26 കാണുന്നുണ്ട്, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടുവെന്ന്. ജയിലിൽ വെച്ച് പൗലോസിനും സീലാസിനും ലഭിച്ച സംരക്ഷണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞു കിടക്കുമ്പോഴും ദൈവത്തെ സ്തുതിച്ച് വിശുദ്ധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദാനിയേലിൻ്റെ സിംഹക്കൊടിയിൽ സംഭവിച്ചതുപോലെയാകും. ദാനിയേലിൻ്റെ പുസ്തകം 3:27 ചൂളയുടെ മധ്യഭാഗം ജലഗണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്ന സ്ഥലം പോലെയായി. അതുകൊണ്ട് അഗ്നി അവരെ സ്പർശിച്ചില്ല. അത് അവരെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല. ജലം പോലെ അഗ്നി പോലെ മൂടിക്കളയുന്ന, ദഹിപ്പിച്ച് കളയാൻ വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. പക്ഷേ ദാനിയേലിന് തീച്ചൂളയിൽ വെച്ച് ദൈവം സംരക്ഷണം നൽകി. അതുപോലെ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്ന അവരെ ശത്രുക്കളുടെ മുമ്പിൽ കർത്താവ് സംരക്ഷണം തരും. പുറപ്പാട് 6:1 പറയുന്നുണ്ട്, ഞാൻ ഫറവയോട് എന്ത് ചെയ്യുമെന്ന് നീ ഉടനെ കാണും. ശക്തമായ കരത്താൽ നിർബന്ധിതനായി അവൻ അവരെ വിട്ടയക്കും. അവരെ പുറന്തള്ളാതിരിക്കാൻ വയ്യാത്ത നില വന്നുകൂടും. പ്രാർത്ഥിച്ചു മതിയായി മടുത്തു. ഇനി എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? എത്രയോ വർഷമായി അനുഭവിക്കുന്നു എന്ന് പറയുന്ന ഭാര്യാഭർത്താക്കന്മാർ, ദമ്പതികൾ, തൊഴിലിടങ്ങളിലെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ കുടുംബസംബന്ധമായ ഞെരുക്കങ്ങൾ, ഓഹരി പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, അവരോട് ഇതാ ദൈവം നിങ്ങളെ അതിൽ നിന്ന് പുറന്തള്ളിച്ച് നിങ്ങൾക്കതിൽ നിന്ന് മോചനം. അവരെ പുറന്തള്ളാതിരിക്കാൻ വയ്യാത്ത നില വന്നുകൂടും. ആർക്ക് വന്നുകൂടും? ഫറവോയ്ക്ക് വന്നുകൂടും. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക്, നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നവർക്ക്, നിങ്ങളുടെ വഴികൾ അടച്ചു കളഞ്ഞവർക്ക്, നിങ്ങളെ വിട്ടയക്കുകയില്ല എന്ന് പറയുന്നവർക്ക്. പുറപ്പാട് 6:1 പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം നിറവേറുമെന്ന് വിശ്വസിക്കുക. പങ്കാളിക്ക് മാനസാന്തരം ഉണ്ടാവും. എത്രയോ സംഭവങ്ങൾ അറിയാമോ? ഇതുപോലെ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുക. വീണ്ടും ജെറമ്യാ 1:19 പറയുന്നുണ്ട്, അവൻ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ വിജയിക്കുകയില്ല. അവൻ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ വിജയിക്കുകയില്ല. പിന്നെന്താ സംഭവിക്കുന്നത്? നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പീറ്റർ ചേരാനല്ലൂർ പാടിയത്, ഇന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള, അതുപോലെ നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് ഉറപ്പായിട്ടും അനുഗ്രഹിക്കും. ദൈവ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നവരുടെ കുടുംബങ്ങളെ കർത്താവ് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കും. എനിക്ക് ഒത്തിരി കേസുകൾ അറിയാം. 20 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നവർ, 13 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നവർ, 22 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നവർ എല്ലാവരും ചോദിച്ചു, നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നത്? പ്രാർത്ഥിക്കാൻ പോയിട്ട് ഇത്രയും വർഷമായിട്ട് നിങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ. എല്ലാം പറയിച്ചു കഴിഞ്ഞിട്ടാണ് അവർ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്നു. അവർ ശുശ്രൂഷാ ജോലികൾ ചെയ്തു. ഈ ചോദിച്ചവർക്ക് വേണ്ടി പോലും പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വെല്ലുവിളിച്ചവരെയും കളിയാക്കിയവരെയും ഒക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവ് അവരെ അനുഗ്രഹിച്ച ഈ ശുശ്രൂഷയിൽ തന്നെ അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ വന്നിട്ട് പറയും, ബ്രദറെ കളിയാക്കൽ സഹിക്കാൻ പറ്റാതെ ആയി, പോയിട്ട് ഇത്രയും വർഷമായിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ, ഇനി ഇതെല്ലാം നിർത്തിക്കൂടെ? നിങ്ങളുടെ കാര്യം നടക്കുന്നില്ലല്ലോ, ആദ്യം അവനവനെ തന്നെ രക്ഷിക്ക്, പിന്നെ നിങ്ങൾ ആർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാനാണ് പോണു എന്ന് പുച്ഛിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ണീരോടെ വന്ന് പറഞ്ഞ. എന്നാൽ ദൈവം
പൊളിച്ചു മാറ്റുന്നത് പോലെ, വെച്ചടിച്ചതുപോലെ ഗോളാക്കി മാറ്റി അത്ഭുതം പ്രവർത്തിച്ച സംഭവങ്ങൾ, അണ്ണാക്കൊട്ടിച്ച് കളഞ്ഞതുപോലെ ശത്രുക്കൾ പതറിപ്പോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഓർക്കുക, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ല. 13 വർഷം കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ലേറ്റ് മാരേജാണ്. അത് കഴിഞ്ഞ് 13 വർഷവും കൂടെ കഴിഞ്ഞ അവസ്ഥ ഓർത്ത് നോക്കി. പക്ഷെ അപ്പോഴും പ്രവർത്തിക്കാൻ ഈശോയ്ക്ക് സാധിക്കും. കർത്താവ് വാഗ്ദാനമനുസരിച്ച് സാറായി അനുഗ്രഹിച്ചു. വൃദ്ധയായ അബ്രഹത്തിൽ നിന്ന് സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു. ഉൽപ്പത്തി 21:1-2 വചനങ്ങൾ മറക്കരുത്. വീണ്ടും ഉൽപ്പത്തി 26:24, എൻ്റെ ദാസനായ അബ്രഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. ആ രാത്രി തന്നെ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, നിൻ്റെ പിതാവായ അബ്രഹത്തിൻ്റെ ദൈവമാണ് ഞാൻ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഉൽപ്പത്തി 26:24 കേട്ടോ. എൻ്റെ ദാസനായ അബ്രഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ വചനമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കിയ കുഞ്ഞുങ്ങളില്ലാത്തവർ വരൾച്ചകളൊക്കെ മാറും, കെട്ടുകളൊക്കെ പൊട്ടും. ഉൽപ്പത്തി 26:24. അപ്പോൾ ഈ ബോധ്യം കൊണ്ടാണ് ദൈവശുശ്രൂഷകരായിരുന്ന സക്കറിയായ എലിസബത്തിനെ സ്നാപയോഹന്നാൻ്റെ മാതാപിതാക്കളാകാൻ വാർദ്ധക്യത്തിൽ ദൈവം, ലൂക്ക 1:58 നമ്മൾ കാണുന്നുണ്ട്. ലൂക്ക 1:25, മനുഷ്യരുടെ ഇടയിലുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ എന്നെ കടാക്ഷിച്ച് അവിടുന്ന് എനിക്കിത് ചെയ്തു എന്നാണ് വൃദ്ധയായ എലിസബത്ത് പ്രാർത്ഥിച്ചത് ഈ അവസ്ഥയിൽ. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു വചനം കൂടെയാണിത്. ദൈവം പ്രത്യേക കാര്യങ്ങളിലെല്ലാം പ്രത്യേകമായ സങ്കീർത്തനം 111:5 പറയുന്നത് പോലെ അനുഗ്രഹിക്കുക. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട്, ഭക്ഷണത്തിന് ബുദ്ധിമുട്ട്, ജീവിതമാർഗങ്ങൾ അടഞ്ഞു പോയവർ സങ്കീർത്തനം 111:5 വെച്ച് പ്രാർത്ഥിച്ചോ. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ലൂക്ക 22:35, ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ? ദാനിയേൽ പ്രവാചകന് സിംഹക്കുഴിയിൽ കിടക്കുമ്പോൾ ഹബബു പ്രവാചകനിലൂടെ കർത്താവ് അപ്പം കൊടുക്കുകയാണ്. സിംഹത്തിൻ്റെ വായ അടച്ചു കളയുകയും ദാനിയേലിൻ്റെ വിശപ്പടക്കാൻ സിംഹക്കുഴിയിൽ ദൈവം ഭക്ഷണം കൊടുത്തു. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ സംരക്ഷണങ്ങൾ നിരവധി തവണ ദൈവം തന്നിട്ട് നമ്മൾ അത് പലതും മറന്നു പോകുന്ന ഇപ്പോഴത്തെ കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിരാശപ്പെടുന്ന അവസ്ഥയാണോ? ദാനിയേൽ 14:33, അവൻ കറിയും പൊടിച്ചപ്പം ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു. ദാനിയേൽ 14:13. പക്ഷെ ആ ആഹാരം ദൈവം ആർക്ക് കൊടുത്തു? ഹബബൂക്ക് വഴി ദാനിയേൽ പ്രവാചകന് സിംഹങ്ങളുടെ നടുവിൽ കർത്താവ് ഇറക്കിക്കൊടുത്തു. സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞു. ലൂക്ക 12:4 പറയുന്നുണ്ട്, എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. അതുകൊണ്ട് നമ്മളെ പരിഹസിക്കുന്നവർ, നമുക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നവർ, നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞവർ, നാട്ടിൽ നിന്ന് ഓടിക്കുമെന്ന് പറഞ്ഞവർ, അവർക്ക് വേണ്ടി ശക്തിയായിട്ട് പ്രാർത്ഥിച്ചോ. അതൊരു തമാശയായിട്ട് എടുത്താൽ മതി. ജ്ഞാനം 5:1 പറയുന്നുണ്ട്, നീതിമാന്മാർ തന്നെ പീഡിപ്പിക്കുകയും തൻ്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്തവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും. അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ബ്രദർ ഈ വചനങ്ങൾ പറയുന്നത്. നാട്ടിൽ നിന്ന് ഓടിച്ചു കളയുമെന്ന് പറഞ്ഞവർ ഓടിപ്പോയതും നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടായ ഒത്തിരി സംഭവങ്ങൾ അറിയാം. വേറെ ഒന്നിനെയും പ്രതിയല്ല, ദൈവശുശ്രൂഷകളെ പ്രതി പല ഉപദ്രവങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ വാഹനത്തേലൊക്കെ കൊത്തി വരച്ചിട്ടു, വണ്ടി പഞ്ചറാക്കിയിട്ടു, അങ്ങനെ തെറികൾ എഴുതി നാട്ടിൽ മുഴുവൻ ഒട്ടിച്ചു, ആൾ ദൈവമാണെന്ന് പറഞ്ഞു, നാട് വിട്ട് പോകണമെന്ന് പറഞ്ഞ് ഊമക്കത്തിട്ടു, ഭീഷണിപ്പെടുത്തി, പലതവണ ഭീഷണിപ്പെടുത്തി, ഉന്നതാധികാരികൾക്ക് പലതരത്തിൽ പരാതികൾ കൊടുത്തു. അതെല്ലാം പൊള്ളയായിട്ട് വലിച്ചു കയറി തമ്പുരാൻ കുപ്പയിലെറിഞ്ഞ് കളഞ്ഞു. ചിലരൊക്കെ വന്ന് കാലുപിടിച്ചു മാപ്പ് പറഞ്ഞു, ചിലരെയൊക്കെ ദൈവം പ്രേക്ഷിതരാക്കി മാറ്റി. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയും, മത്തായി 10:19, ഈ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ്. ഇതൊന്നും പെട്ടെന്ന് മറന്നു കളയാൻ പറ്റിയ കാര്യമല്ല.
ഇതാ കുത്തി വരപ്പിക്കുമ്പോൾ ഓർത്തോ, ദൈവം നിൻ്റെ വണ്ടി അപ്ഗ്രേഡ് ചെയ്ത് തരാൻ വേണ്ടി പോകണം. എന്തുമേ തൊട്ടോ അതുമേലെല്ലാം ദൈവം അനുഗ്രഹിക്കുക. ആ അനുഭവത്തിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. മത്തായി 10:19. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് ആ സമയത്ത് നൽകപ്പെടും. കളക്ടറുടെ അടുത്ത് വരെ നിന്നു. അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കർത്താവ് പറയേണ്ടത് പറയാനും പറയേണ്ടാത്തത് പറയാതിരിക്കാനുള്ള കൃപ തന്നു. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ കർത്താവ് സാക്ഷ്യം കൊടുക്കാൻ ഇട തന്നു. ഇന്ന് ദൈവകൃപയാൽ സ്പിരിച്വലായിട്ടുള്ളതും അല്ലാത്തതുമായ കാര്യങ്ങൾ, ശുശ്രൂഷകൾ ഇതാ നമുക്കൊരിക്കലും നിൽക്കാൻ പദവില്ലാത്ത ആളുകളുടെ മുമ്പിൽ പോലും നിന്ന് ശുശ്രൂഷകൾ ചെയ്യാൻ നിരവധി അവസരങ്ങൾ അതിലൂടെ ദൈവം ഇരട്ടി നന്മക്കായിട്ട് തീർത്തു. സോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മോട്ടിവേഷൻ ആയിട്ടുള്ള ലഹരി വിരുദ്ധമായിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉതകുന്ന തരത്തിലുള്ള പല ക്ലാസ്സുകളും പിന്നെ ഗവൺമെൻറ് തലത്തിൽ പോലും പോയി സപ്പോർട്ടീവായിട്ട് ചെയ്യാനുള്ള അവസരങ്ങളാക്കി ഈ വിപരീത അനുഭവങ്ങളെല്ലാം ദൈവം മാറ്റി. ദൈവത്തിന് ആയിരം നന്ദി. ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്ന ഉപദ്രവങ്ങളെല്ലാം ദൈവം ഇരട്ടി നന്മ. സംഖ്യ 12:10 മോശയ്ക്കെതിരായി സംസാരിച്ച മിരിയാമിനെ ദൈവം ശിക്ഷിച്ചു. കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് മേഘം നീങ്ങിയപ്പോൾ മിരിയാം കുഷ്ഠം പിടിച്ച് മഞ്ഞുപോലെ വെളുത്തു. അഹറോൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണിയായി തീർന്നത് കണ്ടു. സംഖ്യ 12:10. അതുകൊണ്ട് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വിളിയാണ് ഓരോ പ്രേക്ഷിതനും കിട്ടിയിരിക്കുന്നത്. അതുപോലെ ദൈവശുശ്രൂഷകൾ ചെയ്യുന്നവരെ സാമ്പത്തികമായി കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കും. ഉൽപ്പത്തി 32:10 നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് അങ്ങ് ഈ ദാസനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല. കേവലം ഒരു വടിയുമായിട്ടാണ് ഞാൻ യോർദാൻ കടന്നത്. ഇപ്പോഴിതാ ഞാൻ 2 ഗണമായി വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ സുവിശേഷ വേല ചെയ്യുന്നവരെയും അതിനെ സഹായിക്കുന്നവർക്കും ദൈവം പ്രതിഫലം നൽകും. മത്തായി 10:42 പറയുന്നുണ്ട്. ഇതാ യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ യാക്കോബിനെ ദൈവം സാമ്പത്തികമായി അനുഗ്രഹിച്ചു. എൻ്റെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെ ഇസഹാക്കിൻ്റെ ദൈവമേ, നിൻ്റെ നാട്ടിലേക്കും ചാർച്ചക്കാരുടെ അടുത്തേക്കും നീ തിരികെ പോവുക, ഞാൻ നിനക്ക് നന്മ ചെയ്യും എന്നരുളി ചെയ്ത കർത്താവേ, അങ്ങ് ഈ ദാസനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല. കേവലം ഒരു വടിയുമായിട്ടാണ് ഞാൻ ജോർദാൻ കടന്നത്. ഇപ്പോഴിതാ ഞാൻ 2 ഗണമായി വർദ്ധിച്ചിരിക്കുന്നു. ഉൽപ്പത്തി 32:10. വീണ്ടും മത്തായി 10:40-42 വരെയുള്ള വാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഈ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്കാണ് ചെയ്തത്. ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് വചനം വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ സംരക്ഷണം കാരാഗൃഹത്തിൽ കിടന്നാലും കുടുംബത്തിലായാലും നമ്മുടെ ശുശ്രൂഷാ മേഖലയിലായാലും ശത്രുക്കളുടെ മധ്യ ആയാലും നമ്മുടെ നിരന്തരമുള്ള ആവശ്യങ്ങളിൽ പോലും ദൈവം നമ്മളെ ഇങ്ങനെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. യാക്കോബ് 1:12 പറയുന്നുണ്ട്, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ പരീക്ഷകൾ അത് ജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. യാക്കോബ് 1:12. ഒത്തിരി വചനം മാത്രം എനിക്ക് പറഞ്ഞു തരാനുള്ളൂ, വചനമല്ലാത്ത ഒന്നും ഇല്ല. അതുപോലെ കർത്താവ് യെശയ്യാ 30:20-21 പറയുന്നുണ്ട്, കർത്താവ് അവരോട് ചേർന്ന് നിൽക്കും. യാക്കോബ് 4:7-8 വാക്യങ്ങളിൽ കാണുന്നുണ്ട്, ചേർന്ന് നിൽക്കും. പിശാചിനെ വിട്ടകന്ന് പോയിക്കൊള്ളാം, പിശാച് ഓടിപ്പോകും. ദൈവത്തോട് ചേർന്ന് നിൽക്കാം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, വെല്ലുവിളികളിൽ, ശുശ്രൂഷാ ജീവിതത്തിൽ, ഞെരുക്കങ്ങളിൽ, വിശ്വാസ ജീവിതത്തിലെല്ലാം ചിലപ്പോൾ കൂടെയുള്ളവർ, കുടുംബത്തിലുള്ളവർ, കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവരൊക്കെ എതിരായി വരുമ്പോഴും പുച്ഛിക്കുമ്പോഴും പ്രാർത്ഥനയെ പ്രതി അവമാനിക്കുമ്പോഴും അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക. അവിടെ എല്ലാം ദൈവം ആ സഹനങ്ങളെല്ലാം പുണ്യങ്ങളാക്കി അനുഗ്രഹങ്ങളാക്കി മാറ്റും. അപ്പോൾ വചനങ്ങൾ മറന്നു പോകരുത്, വചനങ്ങൾ എഴുതി വെക്കുക, പ്രാർത്ഥിക്കുക, ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒത്തിരി മാറാലകൾ, ഒത്തിരി നെഗറ്റീവ് അനുഭവങ്ങളെല്ലാം മാറിപ്പോൾ പരിശുദ്ധാത്മാവ് നിറയും, പരിശുദ്ധയുടെ മാധ്യസ്ഥം ഉണ്ടാകും, അത്ഭുത അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.